51-ാം ദിവസം രാവിലെ 8 മണി. Good morning, Big Boss. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. രാവിലെ 8:10. രാവിലെ 9 മണി. എന്തുവാടാ ഉണങ്ങിട്ട് കൂടിയില്ലടാ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ എടുക്കും. പിന്നെ എന്തുവാ ഇത്? വേറെ മേടിച്ചു തരാം. പിന്നെ മോളൊന്നും തരത്തില്ല. എനിക്കിത് മതി. ഞാൻ എൻ്റെ അനുമോള് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. എൻ്റെ ചേച്ചി പിറക്കാണ്ട് പോയ ചേച്ചി. രാവിലെ 10 മണി. എന്റെ കൊച്ചു മുതലാളി, എനിക്ക് കുറച്ച് പാല് തരൂ. എനിക്ക് കുറച്ച് പാല് കൊടു. എന്റെ വലിയ മൂല്യം. നിങ്ങൾ എന്നെ വലിയ പ്രാന്തിയാക്കല്ലേ. എന്നെ നിങ്ങൾ വലിയ പ്രാന്തിയാക്കല്ലേ. ചെമ്മീൻ പോലെ ചാടി നിങ്ങളിലേക്ക് വരും ഞാൻ. ചെമ്മീൻ പോലെ ചാടി നിങ്ങളുടെ ഇത് കുതിരയാണ്, ചെമ്മീനല്ല. ചെമ്മീൻ പോലെ ഞാൻ ചാടി നിങ്ങളുടെ ചെമ്മീൻ പോലെ ചാടി ചെമ്മീൻ പോലെ ചാടി ഞാൻ നിങ്ങളുടെ ചട്ടിയിൽ വന്നിരിക്കും. എന്റെ വലിയ മുതലാളി, എന്റെ വലിയ മുതലാളി, എന്നെ പിടിച്ചോ, എന്നെ പിടിച്ചോ, എന്നെ പിടിച്ചോന്നല്ല, ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. എന്ത് പിടിക്കാനാണ്? ഇന്നാ പിടിച്ചോ, എന്ത് പിടിക്കാൻ? സൗന്ദര്യമുള്ള ഈ അപ്സരസിനെ നിങ്ങളുടെ പാദാകൃതത്തിൽ കവിഞ്ഞൊഴുകി കെട്ടിപ്പിടിച്ച് ഒരു കുട്ടി തേവാങ്കിനെ പോലെ ഞാൻ അലയടിക്കുകയാണ്. ഇല അടിക്കുവാണ്. വലിയ മുതലാളി, എന്റെ വലിയ മുതലാളി. എന്താടി? നീ ആരടി? നീ എടുത്തോളാടി. ഒരു ഫേക്ക് ഹ്യൂമാനിറ്റി. അടി നമ്മ FP ബോയ്. സുശീല വേണ്ടത്. നിന്നെ ഞാൻ എടുത്തോളാടി. നീ കുറെ നാളായിട്ട് നോക്കിയിരിക്കുവാടി. ഞാൻ കുറെ നാളായിട്ട് കണ്ടിരിക്കുവാണ്ടി. ഞാൻ മഹാകച്ചറയാടി. എടി നീ മഹാകച്ചറയാണ്. അത്ര അറിയാതിരിക്കും. വലിയ മുതലാളി ഇവിടെ അടുത്ത ആഴ്ച തന്നെ വ്യക്തിയത്. വലിയ മുതലാളി എന്നെ പോകാൻ സമ്മതിക്കില്ല. ഞാനും വലിയ മുതലാളിയുടെ ഫേവറേറ്റ് ആകും. വലിയ മുതലാളിയുടെ എന്താകുന്ന ഫേവറേറ്റ് ആകും. എടി ഫേവറേറ്റിന്റെ F നിനക്ക് എഴുതാൻ അറിയോ? അറിയാം. വലിയ മുതലാളി എന്നെയാണ് കൂടുതൽ ഇഷ്ടം ചെയ്യണത്. ഉച്ചയ്ക്ക് 1:35. BB ബോട്ടിൽ ഫാക്ടറി ഈ ആഴ്ച ഈ ബിഗ് ബോസ് വീട് ഓറഞ്ച് ജ്യൂസും ലെമൺ ജ്യൂസും നിർമ്മിക്കുന്ന 2 കമ്പനികളായി മാറുകയാണ്. ഈ ടാസ്കിൽ നിങ്ങൾ കമ്പനി ഉടമകളും കമ്പനികളിലേക്ക് ബോട്ടിൽ എത്തിച്ചു നൽകുന്ന ഏജന്റുമാരും ക്വാളിറ്റി ഇൻസ്പെക്ടർമാരും ആയി മാറാൻ പോവുകയാണ്.
നിങ്ങളിൽ 11 പേർ ബോട്ടിൽ ഏജന്റുമാർ ആയിരിക്കും. 2 പേർ ജ്യൂസ് കമ്പനി ഉടമകൾ ആയിരിക്കും. അത് ആരൊക്കെയാണെന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. ഒരാൾ ലെമൺ ജ്യൂസ് നിർമ്മിക്കുന്ന കമ്പനിയുടെയും മറ്റേ വ്യക്തി ഓറഞ്ച് ജ്യൂസ് നിർമ്മിക്കുന്ന കമ്പനിയുടെയും ഉടമയായിരിക്കും. നിശ്ചിത സമയങ്ങളിൽ പല റൗണ്ടുകളിലായി ഏജന്റുമാർക്ക് ബോട്ടിലുകൾ ചാക്കിലാക്കിയ രീതിയിൽ ലഭിക്കും. ബസർ ടു ബസർ സമയത്തിനുള്ളിൽ ഇതിൽ പരമാവധി ബോട്ടിലുകൾ സ്വന്തമാക്കാൻ ഓരോ ഏജന്റുമാരും ശ്രമിക്കണം. ബിഗ് ബോസ് ബോട്ടിൽ എന്ന അറിയിപ്പ് നൽകുമ്പോൾ 11 ഏജന്റുമാരും ചേർന്ന് നൽകിയിരിക്കുന്ന 2 പാത്രങ്ങളിൽ ബോട്ടിൽ കഴുകാനുള്ള വെള്ളം നിറയ്ക്കുക. ഇതിനായി നൽകിയ ബക്കറ്റുകളിൽ വാഷ്റൂം ഏരിയയിൽ നിന്നും വെള്ളം ശേഖരിക്കാവുന്നതാണ്. ഏജന്റുമാർ ബോട്ടിലുകൾ ശേഖരിച്ച ശേഷം നൽകിയിരിക്കുന്ന സോപ്പും വെള്ളവും ബ്രഷും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ശേഷം നൽകിയ ടവൽ ഉപയോഗിച്ച് മാത്രം ഉണക്കിയെടുക്കുക. ഇതിനായി 10 മിനിറ്റ് സമയമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അറിയിപ്പ് ലഭിക്കുമ്പോൾ കഴുകി ഉണക്കിയ ബോട്ടിലുകൾ കമ്പനി ഉടമകളുമായി ഡീൽ ഉറപ്പിച്ച ശേഷം കൈമാറുക. ബാക്കി അറിയിപ്പുകൾ വഴിയേ പറയാം. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ഈ ടാസ്കിൽ ക്വാളിറ്റി ഇൻസ്പെക്ടർമാർ അനുമോളും ജിഷിനും ആയിരിക്കും. ബാക്കി 2 ഉടമകളെ നിങ്ങൾ ചർച്ച ചെയ്ത് ഇപ്പോൾ തീരുമാനിക്കുക. ബാക്കിയുള്ള 11 പേരും ബോട്ടിൽ ഏജന്റുമാരായിരിക്കും. ബിഗ് ബോസ് ഓറഞ്ച് ഫാക്ടറി ഓണർ നെവിനും ലെമൺ ഫാക്ടറി ഓണർ അനീഷും ഒരു ക്വാളിറ്റി ചെക്കർ ജിഷ്ണും ഒരു ക്വാളിറ്റി ചെക്കർ അനുമോളും. വൈകിട്ട് 3 മണി. BB ബോട്ടിൽ ഫാക്ടറി 2ാം ഘട്ടം. ജ്യൂസ് നിർമ്മാണവും ക്വാളിറ്റി ചെക്കും. ആദ്യം ഉടമകൾ ലഭിച്ച ബോട്ടിലുകളിൽ ജ്യൂസ് നിറയ്ക്കുക. ക്വാളിറ്റി ചെക്കിനായി ഒരു സാമ്പിൾ ജ്യൂസ് ബോട്ടിലും കരുതേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കുമ്പോൾ ജ്യൂസ് ബോട്ടിലുകൾ നൽകിയ കവറിലാക്കി ക്വാളിറ്റി പരിശോധിക്കുന്നതിന് വേണ്ടി ചീഫ് ക്വാളിറ്റി ഇൻസ്പെക്ടർമാരായ അനുമോളുടെയും ജിഷിന്റെയും ഓഫീസിൽ പോവുക. അവരുടെ അനുമതി ലഭിക്കുമ്പോൾ മാത്രം ഓഫീസിനകത്ത് പ്രവേശിക്കുക. വൃത്തി, മണം, ടേസ്റ്റ്, ഫില്ലിംഗ് ലെവൽ എന്നിവ സാമ്പിൾ ബോട്ടിലിനോട് നീതി പുലർത്തുന്ന രീതിയിലാണോ എന്നത് ക്വാളിറ്റി ചെക്ക് ചെയ്ത ശേഷം അപ്രൂവ് ചെയ്ത ജ്യൂസ് ബോട്ടിലുകൾ പാസ്ഡ് എന്നെഴുതിയ ബാസ്ക്കറ്റിലും റിജക്ട് ചെയ്ത ജ്യൂസ് ബോട്ടിലുകൾ ക്യാൻസൽ എന്നെഴുതിയ ബാസ്ക്കറ്റിലും ഇടുക. റിജക്ട് ചെയ്ത കുപ്പികളിലെ ജ്യൂസ് ഒഴിച്ചു കളഞ്ഞ ശേഷം ക്വാളിറ്റി ഇൻസ്പെക്ടർമാർ ബിഗ് ബോസിന് തിരികെ നൽകുക. അപ്രൂവ് ചെയ്തവ തിരികെ കമ്പനി ഉടമകൾക്ക് നൽകുക. അടുത്ത അറിയിപ്പ് ലഭിക്കുമ്പോൾ കമ്പനി ഉടമകൾ അപ്രൂവ് ലഭിച്ച ഈ ബോട്ടിലുകൾ ബിഗ് ബോസിന് നൽകുക. അതിന്റെ പ്രതിഫലമായി ബിഗ് ബോസ് നൽകുന്ന കോയിനുകൾ ഏജന്റുമാർക്ക് വീതിച്ച് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. ആർക്കൊക്കെ എത്ര കോയിൻ നൽകണം എന്നുള്ളതും കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതും കമ്പനി ഉടമകളുടെ മാത്രം വിവേചന അധികാരമായിരിക്കും. പ്രത്യേകം ഓർക്കുക, ജ്യൂസ് നിറച്ച് അപ്രൂവ് ചെയ്ത ഓരോ ബോട്ടിലിനും ലഭിക്കുന്ന മൂല്യം ഒരു ഗോൾഡ് കോയിൻ ആയിരിക്കും. ഓരോ റൗണ്ട് തീരുമ്പോഴും ആ കോയിൻ ഉടമകൾക്ക് വിതരണം ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ വീക്ക്ലി ടാസ്ക് അവസാനിക്കുമ്പോൾ ഉടമകളിലും ഏജന്റുമാരിലും ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ ഉള്ളത് അവർ അടുത്ത നോമിനേഷനിൽ നിന്നും മുക്തി നേടുന്നതായിരിക്കും. അതുകൊണ്ട് ഡീലുകൾ ബുദ്ധിപൂർവ്വം ഉറപ്പിക്കുക. അതുപോലെ ക്വാളിറ്റി ഇൻസ്പെക്ടർമാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അടുത്ത ക്യാപ്റ്റൻസി മത്സരത്തിൽ നേരിട്ട് മത്സരിക്കാൻ സാധിക്കും. ഗുഡ് ലക്ക് ബിഗ് ബോസ്. വൈകിട്ട് 3:15. ഞാൻ ഫൈറ്റ് ഒരു മിനിറ്റ്. ബോട്ടിൽ അല്ല ബക്കറ്റില് പിന്നെ മറ്റേത് രണ്ടിനും സോപ്പാക്കി കഴിഞ്ഞാൽ അങ്ങനെ ക്ലീൻ ചെയ്യും. ഇത് തുടയ്ക്കാനുള്ള സാധനം എവിടെ ബോട്ടിലുകൾ 2ഉം ഇൻ ഷേപ്പാണ്. ഉണക്കിക്കൊണ്ടിരിക്കുവോ? ചെറിയ ചെറിയ തുള്ളികൾ ഞാൻ വെയിലും പിന്നെ എന്റെ ഹാൻഡ് പവറും വെച്ചിട്ട് ഉണക്കിക്കൊണ്ടിരിക്കുക. ഒട്ടും ഊതിയിട്ടില്ല. കഴുകിക്കൊണ്ടുവന്ന ടവല് തുണിയുടെ ഉള്ളിനകത്ത് ആണ് തുടയ്ക്കുന്നത്. ഇതൊക്കെ എന്തോന്നത്
ഇതൊക്കെ ചേട്ടാ മൊത്തം റിജക്റ്റ് ആണ് കേട്ടോ. ചേട്ടൻ്റെ കൂടെ നിൽക്ക്. ഊതുന്നു. സാറേ, ഞാനൊരു പാവപ്പെട്ട ഫാമിലിയുടെ ആണ്. ഞങ്ങൾ രാവിലെ അമ്മിണി രാവിലെ 5 മണിക്ക് ഞാൻ ജോലിയിൽ വരുവാണ്. എന്റെ ഭർത്താവ് അല്ല, ഞാൻ നല്ലപോലെ കഴുകിയതാണ് എന്റെ കൂടെ. സാറേ, നല്ലപോലെ കഴുകിയിട്ട് ഉണങ്ങിയതാണ്. ഇല്ല, വെള്ളത്തുള്ളി കാണും. എല്ലാത്തിലും വെള്ളത്തുള്ളികളുണ്ട്. അപ്പൊ വെള്ളത്തുള്ളി ഉണ്ടല്ലോ. ഇല്ല, ഉണങ്ങത്തില്ല. 3 കഴുകിയെന്നാണോ പറയുന്നത്? ഒരെണ്ണം കഴുകി. ഈ ബ്രഷ് എവിടെ നിന്നാ കിട്ടിയത്? സാർ, ഈ ബ്രഷ് ഞാൻ പുതിയ ബ്രഷ് കൊണ്ടുവന്ന എനിക്കൊരു കിറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് അത് ശരിക്കും ഉപയോഗിക്കാൻ പാടുണ്ടോ? അത് ക്വാളിറ്റി? സാറേ, ഇത് ഫ്രഷ് ബ്രഷ് ആണ്, ആരും ഉപയോഗിച്ചില്ല. താഴെ കിടന്ന വെള്ളമാണ് ഞാൻ എടുത്ത് യൂസ് ചെയ്ത് മാറ്റിയത്. ചില ആൾക്കാർ അവിടെ സോപ്പുള്ള വെള്ളം തന്നെ വെച്ചിട്ടാണ് കഴുകി ഇങ്ങനെ ചെയ്തത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ബ്രഷ് തന്നിട്ടുണ്ട്. അവിടെ ഓക്കെ. എക്സ്റ്റീരിയർ ആ ബ്രഷ് മാത്രമാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സാർ. നമുക്കൊന്ന് കുറെ പേരെ കണ്ടിട്ടില്ല. അത് വെള്ളമുണ്ട് കുറച്ച്. വൈകിട്ട് 3:45. എന്തായാലും ലക്ഷ്മി, എനിക്ക് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ ഒരു പരിശ്രമം ഞാൻ ആദ്യം മുതലേ കണ്ടിരുന്നു. അപ്പോൾ ലക്ഷ്മിയിൽ നിന്ന് ഡീലെടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. സാബുമാൻ വരൂ, നോക്കട്ടെ. സാബുമാനായിട്ടുള്ള ഡീല് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. സോറി, ഇത് റിജക്റ്റഡ് ആണ്. എന്തുകൊണ്ട് ഞാൻ ഈ കുപ്പികൾ എന്തുകൊണ്ട് എടുക്കണം അതൊന്ന് പറയൂ. ഇത് കഴുകിയിട്ടില്ല. ഞാൻ ഇപ്പോഴേ പറയാം. നോക്കി, ഡ്രൈ ആണ്. അപ്പുറത്തോട്ടെ കൊടുത്തോളൂ കേട്ടോ. അതെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എടുക്കാൻ പാടില്ല. അതങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇത് പിന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്ത ബോട്ടിൽസ് ആണ് ഇതൊക്കെ. കുറച്ച് ചളക്കണ്ടില്ല ഞാൻ പറയുന്നില്ല, അതിപ്പോ സാറിന് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. എന്റെ ഈ 7 സാർ. ഓക്കെ, ഫൈൻ. വരൂ. എവിടെ? റിജക്റ്റഡ്. ഒരിക്കലും ഇല്ല. പൊയ്ക്കോ. ജ്യൂസ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ 5 ബോട്ടിലും ഞാൻ വളരെ ഒരു വാട്ടർ ഡ്രോപ്പ് പോലും ഇല്ലാതെയാണ് ക്ലീൻ ചെയ്തിരിക്കുന്നത്. ഒരു ചുളുക്കം പോലും ഇല്ല. ഇതിൽ ബിന്നി ഹാപ്പിയാണോ? ആ ബോട്ടിൽ ഇതിൽ കുറച്ച് ഡ്രൈ ആവാൻ ഇത് മാത്രം ബാക്കിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 4 ബോട്ടിലുകളും എടുക്കാണ്. ഇപ്പൊ 7 ഉണ്ടായിരുന്നു. അതിൽ 3 വേറെ ആരൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സാറിന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെറ്റുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, കമ്പനിയുടെ സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് 4 ബോട്ടിലും എത്തിയിട്ടില്ല എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്. സോ ഇത് റിജക്റ്റഡ് ആണ് അഭിലാഷ്. അടുത്ത തവണ നമുക്ക് സഹകരിക്കാം. സാറിന് ഫ്രീ ആയിട്ട് വേണ്ട. ഹലോ സാർ. ഇല്ല, റിജക്റ്റഡ്. ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സാർ റിജക്ട് ചെയ്യുന്നത്. 8 ബോട്ടിൽ. അതെങ്ങനെ ഇപ്പൊ ഓരോ ബോട്ടിൽ വരുന്നത്? അവിടുന്ന് കെട്ടതാ? അതെ, അതാ പറഞ്ഞത്. അതെ, എന്റെ ഇനി നിങ്ങളുമായിട്ട് ഒരു ഡീലും ഇല്ല. ഈ ഒരു ബോട്ടില് ഒനിലിന്റെ കയ്യിൽ നിന്ന് എടുക്കും. നിങ്ങൾ അവിടെ പോവാതെ അവിടെ ഡീല് അവിടെ ആരും എടുത്തിട്ടുണ്ട്. 2 അവിടെ അപ്പുറത്ത് ചീറ്റ് കമ്പനിയുടെ എതിരായതുകൊണ്ട് ഇപ്രാവശ്യം ജിസേലുമായിട്ട് സഹകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഭാവിയിൽ നമുക്ക് സഹകരിക്കാം. ക്വാളിറ്റി ചെക്ക് ചെയ്തോളൂ. 6 ഈ ഒരു ബോട്ടില് സാറിന് ഞാൻ ഫ്രീ ആയിട്ട് തരും. എന്തെങ്കിലും കാര്യത്തിന് സാറിന് യൂസ് ചെയ്യാം. ഒരു കാര്യം ചെയ്യും ഷാനവാസ്, ഈ ഞെളങ്ങിയ കുപ്പി ഷാനവാസിന്. ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളത് ഞങ്ങളുടെ കമ്പനി എടുക്കാനായിട്ട് തയ്യാറാണ്. ഓക്കെ, അതിന് നമ്മൾ ഡീല് സംസാരിക്കുന്നത് നമ്മുടെ പ്രൈസും കൂടിയാണ്, നമ്മുടെ എമൗണ്ടും കൂടിയാണ്. നിങ്ങളത് നമുക്ക് എന്ത് തരും എന്നുള്ളതും കൂടി ഞങ്ങൾക്ക് അറിയാം. ഇത്രയാണ് ഷാനവാസ് പ്രതീക്ഷിക്കുന്നത്. 3 കോയിൻ തരാൻ പറ്റും. ഷാനവാസിന്റെ കുപ്പികൾ റിജക്ട് ചെയ്യുകയാണെങ്കിൽ കമ്പനി എങ്ങനെയാണ് ഷാനവാസിന് 3 കോയിനുകൾ തരിക? റിജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കോയിനുകൾ വേണ്ട? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഡീലിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇത്രയും നല്ല രീതിയിൽ ഇവിടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് കമ്പനിയായിട്ട് ഡിസ്കഷന് വന്നതിന് സന്തോഷമുണ്ട്. പക്ഷെ കമ്പനിക്ക് കാര്യങ്ങൾ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. സോറി. നിങ്ങളുടെ ഡീല് എനിക്ക് പരസ്യമായിട്ട് പറഞ്ഞത് ഞാനും നിങ്ങൾ തമ്മിലുള്ള അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ,
അൻപത്തിയൊന്നാം ദിവസം വൈകിട്ട് 4:15. ഡീലിന്റെ സമയം കഴിഞ്ഞു. ഇനി ജ്യൂസ് നിർമ്മാണം ഉടമകൾ മാത്രം, ബാക്കി എല്ലാവരും മാറി നിൽക്കുക. 3 ബോട്ടിൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ആ 3 ബോട്ടിൽ എടുത്തുകൊണ്ട് പോയിട്ടുള്ള ആളുകളെ ഡിസ്ക്വാളിഫൈ ചെയ്യണം ബിഗ് ബോസ്. അനീഷിന്റെ ഉത്തരവാദിത്തമാണ് അത് പ്രൊട്ടക്ട് ചെയ്യല്. അടിച്ചു മാറ്റി ഞാൻ കണ്ടു, അത് പോട്ടെ, ആരാധന പറയില്ല, പക്ഷെ പോയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മുടെ ആളിങ്ങനെ പോയപ്പോ ഞാൻ ജോലി നിർത്തി പോവാ ഇവിടെ നിന്ന്, ഈ ലെമനിന്ന്. എന്തിനാ നിക്കണ്ടേ അവിടെ? നിന്റെ ഹൈജീൻ ഞാൻ കണ്ട അവിടെ ഇരുന്നിട്ട്. പോ, വിട് 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 വിട്. ടർക്കി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സാമ്പിൾ ബോട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മുതലാളി കി ജയ്, മുതലാളി കി ജയ്, ലെമൺ ജ്യൂസ് കമ്പനി കി ജയ്. വേണ്ട, പുള്ളി പ്ലാൻ വേറെ. ഗുഡ് മോർണിംഗ് മാഡം. ക്വാളിറ്റി നോക്കി ഇതിനൊരു അപ്രൂവൽ തരണമെന്ന് അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും സാമ്പിൾ എല്ലാം ഇവിടെ വെച്ചോളൂ. സാറിന്റെ പേരെന്താണ് സർ? എന്റെ പേര് ജിഷ്. മാഡത്തിന്റെ? അനുമോൾ. അല്ല, മാർക്കറ്റിൽ ഞങ്ങളുടെ കമ്പനി ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എവിടെ നിങ്ങളുടെ സാമ്പിൾ ബോട്ടിൽ? എവിടെ? ഏത് ബോട്ടിൽ വേണമെങ്കിലും സാമ്പിൾ ബോട്ടിലായിട്ട് എടുക്കാവുന്നതാണ്. മിസ്റ്റർ അനീഷ്, അങ്ങനെയല്ല. നമ്മുടെ കമ്പനിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ഓരോ കമ്പനിയിലും നമ്മൾ ഒരു സാമ്പിൾ ബോട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കും. അതിനനുസരിച്ചിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കണം ബാക്കിയുള്ളത്. നിങ്ങൾ ഉണ്ടാക്കിയതിൽ നിന്ന് ഒന്നെടുത്തിരുന്ന സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല ഒരു കമ്പനിയുടെ റൂൾ. ഓക്കെ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ സാധനം തന്നിരിക്കുന്നത് നിങ്ങൾക്ക് തലയിലിടാനാണ് ഈ സാധനം തന്നിരിക്കുന്നത്. അല്ലാതെ കൊണ്ടുവന്ന ചാക്കിന്റെ കെട്ട് കെട്ടാൻ വേണ്ടിയല്ല ഈ സാധനം തന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യം അത് മനസ്സിലാക്കുക. ഇതും കൊണ്ടല്ല വരേണ്ടത്, മനസ്സിലായോ? ഇതെന്താണ് അനീഷ്? ഇതിനുള്ളിൽ കറുത്ത കരട് എന്താണ് എനിക്ക് മനസ്സിലാവുന്നത്? സാർ, എവിടെയാണ് കറുത്ത കരട്? ഞാൻ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് കാണുന്നില്ല, ആദ്യം കണ്ണട വെക്കൂ കേട്ടോ. ഇതിനുള്ളിൽ കാണുന്നില്ല. അത് മാത്രല്ല, ഇതെന്താ ഇതൊന്ന് പരിഗണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാം റിജക്ട് ചെയ്യരുത്, എല്ലാം റിജക്ട് ചെയ്യരുത്. ടെസ്റ്റ് ചെയ്ത ആ ഒരു പൈപ്പ് വെച്ചിട്ടാണ് കുടിച്ചു നോക്കിയിട്ട് എന്ത് തോന്നുന്നു? ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബോട്ടില് ഉള്ള അതേ അളവ് തന്നെ ആയിരിക്കണം ബാക്കിയുള്ള. അളവ് കറക്റ്റ് ആയിരുന്നു. സാമ്പിൾ ഇതാണ് എന്റെ സാധനം. അനീഷ് ഒന്ന് മാറിക്കും. കണ്ടോ, ഇത് കുറവാണ് സാർ. ഇനി ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇല്ല, പിന്നെ നന്നായിട്ട് ബോട്ടിൽ ഫുൾ ജ്യൂസിന്റെ ഒരു ഇതുണ്ട്, അറിയാലോ, കയ്യിലെടുക്കുമ്പോ തന്നെ ഒട്ടുന്നു കയ്യിലൊട്ടും. നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇതെന്താണ് മാഡം? ഓഫീസിൽ നിന്നാണ് കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങളുടെ ഓഫീസിൽ നിന്നാണ് കൊണ്ടുപോയിരിക്കുന്നത്. നീതികേടാണ്. അതും ഞങ്ങളുടെ ബോട്ടിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞങ്ങളുടെ ബോട്ടിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. നീതികേടാണ് സാർ. ഒരു മിനിറ്റ്, ഞാൻ നിന്നെ സൊല്യൂഷൻ പാടിച്ചു. നീ ഫുൾ ടൈറ്റ് ആക്കും. അത് മാത്രമാണോ റീസൺ? അത് മാത്രമാണോ റീസൺ? അത് മാത്രമാണോ? നോക്ക്, ഫുൾ ടൈറ്റ് ആക്കി. ഇത് നോക്ക്, ഫുൾ വെള്ളം വീഴുന്നു. ഇതിന്റെ ക്വാളിറ്റി രുചിയും അനുസരിച്ച് ഇതൊന്ന് ജഡ്ജ് ചെയ്യണം സാർ. ഞാൻ പറയുന്നത് ഇത് പുനഃപരിശോധിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് പുനഃപരിശോധിക്കാൻ ഞാൻ തയ്യാറാണ്. കമ്പനി എടുക്കാൻ സമ്മതിക്കില്ല. 51 ദിവസം വൈകിട്ട് 5 മണി. റിജക്ട് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവരോട് സാമ്പിൾ കൊണ്ട് നിങ്ങൾ പിടിച്ച് റിജക്ട് ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ്, ഞാൻ ജ്യൂസ് അത് നേരത്തെ പിഴിച്ചപ്പോ ആ ബോട്ടില് അത് ഞാൻ സംസാരിക്കട്ടെ. ഇവിടെ ഇരിക്കും. ഹലോ ഹലോ. സോറി, ഞാൻ സമ്മതിക്കില്ല സർ. എനിക്ക് എവിടത്തെ ഈ പാവം നടത്തുന്നത് എനിക്ക് ഒരു ദേഷ്യം വിശ്വാസമില്ല.
നോക്കിട്ട് പറ്റിയെന്താ ഞങ്ങളുടെ ബോട്ടിലാണ് കൊണ്ടുപോയിരിക്കുന്നത്. സാർ നോക്കൂ, ഞാനാണ് എന്റെ വർക്കേഴ്സിനോട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള്. ഞാനാണ് ലെമൺ സാധനം മൊത്തം കളഞ്ഞു അവര്. ഞാൻ മറക്കൂല നമ്മുടെ ഹാർഡ് വർക്ക് നിങ്ങൾ എല്ലാം കളഞ്ഞു സാർ. നിങ്ങൾ കാരണം 2 കമ്പനി ആത്മഹത്യയുടെ വക്കില. നിങ്ങളുടെ തമ്മിൽ കാരണം റീകൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ബോട്ടിൽ ഇതിനകത്താണ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് കളയാൻ പറ്റില്ല സാർ. പറ്റില്ല സാർ. തൽക്കാലം നിങ്ങൾ രണ്ടും ടേസ്റ്റ് ചെയ്തില്ലേ? ഏകദേശം മൈൻഡിൽ ഐഡിയ ഉണ്ടല്ലോ, അത് നോക്കിട്ട് തന്നാ മതി. അത്രയുള്ളൂ, മതി. വൈകിട്ട് 5:10. ഞാൻ എന്റെ തൊഴിലാളികളോട് എന്ത് പറയണം സാർ? അത് പറഞ്ഞു തന്നാൽ മതി. എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഈ ബോട്ടുകൾ കൊണ്ടുവന്നറിയോ സാർ? എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ കമ്പനി മുന്നോട്ട് പോകണം. അതിനനുസരിച്ച് മറ്റു തൊഴിലാളികൾക്ക് വേതനം കൊടുക്കണം. അവരുടെ ഫാമിലിയുടെ കൺസേൺസ് ഞാൻ ഉടമ എന്ന രീതിയിൽ ഞാൻ ഏറ്റെടുത്തതായിരുന്നു. അത് പ്രകാരമാണ് ഇവിടെ അവിടെയാണ് കൊണ്ടുവച്ചത്. അത് നിഷ്കരണം കൊണ്ടുപോയിരിക്കുന്നു സാർ. കൊണ്ടുപോയിരിക്കുന്നു സാർ. 1-ാം തീയതി ബാങ്കില് ലോണിന്റെ തിരിച്ചടവുണ്ട്. അത് എന്ത് ചെയ്യും സാർ? എന്നിൽ വിശ്വസിക്കുന്ന വർക്കേഴ്സിന് എങ്ങനെ കൂലി കൊടുക്കും സാർ? സാർ പറയൂ. ശ്രദ്ധിക്കുക. അവൾക്ക് റിജക്ട് ചെയ്യണം തോന്നി, അവൾ റിജക്ട്. ക്വാളിറ്റി ചെക്കിന്റെ റിസൾട്ട് പറയുക. ഒന്ന്, ഈ കൊണ്ടുവന്ന മുഴുവൻ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല. അത് പറ്റില്ല. നമ്മുടെ ഇഷ്ടമാണ്. മാത്രം നമുക്ക് ചെയ്യാം. എടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. രുചി മണം ഇതാണ് നോക്കേണ്ടത്, വൃത്തിയാണ് നോക്കേണ്ടത്. വൃത്തിയില്ലായിരുന്നു സാർ. കണ്ണൂടെ 2 ടീമിന്റെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, ഒന്നും എടുത്തിട്ടില്ല. വെരി ഗുഡ്. അതെടുത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് ഇവിടെ മുഴുവൻ അടി ഇല്ല. നമ്മൾ ആരാണ്? ക്വാളിറ്റി ഇൻസ്പെക്ടർ. സ്വന്തം തീരുമാനമല്ല. ക്വാളിറ്റി ചെക്ക് ചെയ്ത് ക്വാളിറ്റി ചെക്ക് ക്വാളിറ്റി ഇല്ല. കഴിഞ്ഞു. ഇതില് നിങ്ങൾ ഒരു ബോട്ടിലും നിങ്ങൾ 4 ബോട്ടിലും 5, 4 അങ്ങനെ ഒരു രീതിയിൽ തരാൻ ഞാൻ തയ്യാറാണ്. സാറേ എന്ത് അടിസ്ഥാനം എനിക്ക് മനസ്സിലാവുന്നില്ല. സാറേ എന്ത് അടിസ്ഥാനത്തിലെ പറയുന്നത്? അപ്പൊ ഞങ്ങൾക്ക് 4 ഇവിടെ ഏറ്റവും കൂടുതൽ 11 കൊണ്ടുവന്നത് ഞങ്ങളാണ് അല്ലെ? ഇവര് 8, 9 കൊണ്ടുവന്നത്, 14 അല്ല. സാറേ എന്ത് അടിസ്ഥാനത്തിലെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രല്ല അതിൽ ഇപ്പൊ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താ ഇത്? ഇപ്പോഴതിന്റെ അടിസ്ഥാനത്തിലാണോ? ഇപ്പോഴതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് 4 അവർക്ക് 5. ഇപ്പോഴത്തെ അടിസ്ഥാനത്തിലാണോ? ഞങ്ങളാണ് ഏറ്റവും ബോട്ടിൽ അവിടെ വെച്ചത്. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ ബോട്ടിൽ ഞങ്ങളാണ് അവിടെ വെച്ചത്. ഏറ്റവും കൂടുതൽ ബഹുമാനം റെസ്പെക്ട് കാണിച്ചത് ഞങ്ങളായിരുന്നു. ഏറ്റവും കൂടുതൽ ബഹുമാനം റെസ്പെക്ട് തന്നത് ഞങ്ങളായിരുന്നു. മനസ്സിലായോ? പറയുന്നത് അടിസ്ഥാനത്തില് ഇരിക്കുന്നതിന്റെ അടിസ്ഥാനത്തില് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചെയ്തത്.
ചെയ്തത്. അല്ലേ? ഞങ്ങൾക്ക് 4 അവർക്ക് 5. നടക്കില്ല അത്. നടക്കില്ല. നടക്കില്ല അത്. മനസ്സിലാക്കണം. നടക്കില്ല അത്. നടക്കില്ല അത്. നടക്കില്ല അതല്ല. എനിക്കാണ് 5 എണ്ണം കിട്ടേണ്ടത്, മനസ്സിലായില്ലേ? നടക്കില്ല അത്. ഇത് പ്രോപ്പർട്ടിയാണ്. നടക്കില്ല അത്. നടക്കില്ല. അത് പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി ഞാൻ സംസാരിച്ചു. നടക്കൂല. അത് പ്രോപ്പർട്ടിയാണ്. ഓഫീസിൽ നിങ്ങളുടെ ഓഫീസിൽ വൈകിട്ട് 5:25. ഒരു പാർട്ട്ണറായിട്ട് വേറെ ഡിസിഷൻ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾ ഒരു ഡിസിഷൻ ഒരുമിച്ച് ഞാൻ പറയല, ഹൈജീൻ ഇല്ലായിരുന്നു, ആ ബോട്ടിൽ ഇല്ലായിരുന്നു, ലീക്കായിരുന്നു, പിന്നെ ക്വാണ്ടിറ്റി ലെവൽ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? മാഡം എടുത്തിട്ട് എല്ലാം ഇങ്ങനെ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടോ ക്യാപ്പ് ടൈറ്റ് ആയിരിക്കണം? ആ ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്തിനാണ് അത് ഇങ്ങനെ ആക്കിയത്? അളവ് നോക്കിയത് അവിടെ അപ്പൊ കൊണ്ടുവച്ച അത് മാത്രം നോക്കിയാൽ മതിയോ? നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട് ആ ബോട്ടിൽ തിരിച്ച് നോക്കാൻ? നിങ്ങൾക്ക് എന്താ അധികാരമുണ്ട്? ക്വാളിറ്റി ഇൻസ്പെക്ടേഴ്സ് ജ്യൂസ് ബോട്ടിലുകൾ വല്ലതും അംഗീകരിച്ചോ? ഇല്ല ബിഗ് ബോസ്, ഒന്നുമില്ല. ബിഗ് ബോസ് ആസ് എ ക്വാളിറ്റി ചെക്കർ ഞാൻ ഒരിക്കലും ഒരു കമ്പനി ഉള്ള സ്ഥലത്തോ അല്ലെങ്കിൽ അവിടെ പണി നടക്കുന്ന ബോട്ടിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. നമ്മുടെ ഓഫീസ് വേറൊരു സ്ഥലത്താണുള്ളത്. അപ്പൊ അവിടെ കൊണ്ടുവരുന്ന ജ്യൂസിന്റെ ഗുണനിലവാരമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഗുണനിലവാരം നമ്മൾ പരിശോധിക്കും. ഇതില് ഈ എല്ലാം ഒരേപോലെ എടുത്തിട്ട് കൊണ്ടുപോയി മറിച്ച് അത് ഞെക്കി നോക്കിയിട്ടൊക്കെ ആണോ നോക്കി അത് ജസ്റ്റ് ഒന്ന് അടച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഈ മാഡം എല്ലാം എടുത്ത് റിജക്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് റീകൺസിഡർ ചെയ്യാം, ഒന്നും കൂടി നോക്കാം, നമുക്ക് എടുക്കാവുന്ന അതിലുണ്ടായിരുന്നു. ഞാൻ ഒരു കമ്പനിയെ നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ കഷ്ടപ്പാടിലേക്ക് വീഴ്ത്താൻ ഞാൻ തയ്യാറല്ല. ബിഗ് ബോസ് ആ ബോട്ടിലിന്റെ അടപ്പ് ലൂസായിരുന്നു. ഒന്ന് ടേസ്റ്റ് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഓറഞ്ചിന് ഭയങ്കര മധുരം കൂടുതലായിരുന്നു. പിന്നെ ക്വാണ്ടിറ്റി ഒന്നിന്റെ ശരിയല്ലായിരുന്നു. പിന്നെ ഈ 2 ടീമിന്റെ ജ്യൂസ് അത് ഹൈജീൻ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ അവസാന തീരുമാനം എന്താണ്? ഞാൻ 2 പേരുടെയും 4 ബോട്ടിൽ വീതം അപ്രൂവ് ചെയ്യാൻ ഞാൻ രണ്ടുപേരും ചേർന്നാണ് തീരുമാനമെടുക്കേണ്ടത്. അത്തരത്തിൽ ഏതെങ്കിലും ബോട്ടിലുകൾ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ 2 ഓണർമാരെ കണ്ടോണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യം. അപ്പൊ ഇവരാണ് നിങ്ങൾ കോയിൻ തരണോ തന്നെ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ശമ്പളം തരേണ്ടത് അവരാണ്, ഞങ്ങളല്ല. ഞങ്ങളുടെ ജോലിയാണ് പറഞ്ഞത്. അക്ബർ പ്ലീസ്, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. അക്ബർ പ്ലീസ്, ഞാൻ എല്ലാരും പറയാം 4 ആക്കാലോ. സോറി ബിഗ് ബോസ്, ഞാൻ ഇല്ല ഇതിന്. രണ്ടുപേരും ഞാൻ കൊടുക്കില്ല. എത്ര ബോട്ടിലുകൾ അംഗീകരിച്ചു? അതിന് ഉത്തരം പറയൂ. ഞാൻ കൊടുക്കില്ല. പറഞ്ഞു. ഞാൻ 4 ബോട്ടിൽ ഈച്ച് അംഗീകരിച്ചിട്ടുണ്ട്. ആ ബോട്ടിലുകൾ എവിടെ? ബോട്ടിൽ ബിഗ് ബോസ് അവർ നശിപ്പിച്ചു കളഞ്ഞു. സ്വാഭാവികമായും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. നാളെ ഗെയിം ഉണ്ടാവുമല്ലോ, ഞാൻ നശിപ്പിച്ച് കളിയും ഗെയിം കാണിച്ചു തരാം. വെയിറ്റ് പിന്നെ അതെന്താ പരിപാടി? വൈകിട്ട് 5:45. അവൻ എന്ത് ഗെയിമറാ? ഓണിയിൽ എന്ത് ഗെയിമറാ? വേസ്റ്റ് ഗെയിമർ. ഹി ഗോട്ട് 1 ബോട്ടിൽ, that means we should not get coin award. ഞാൻ ഒരു ബോട്ടിൽ എടുക്കണുള്ളൂ, അവൻ അതും വിചാരിച്ചിരിക്കാൻ. എന്നിട്ട് അവൻ ഒരു ബോട്ടിൽ അവൻ പറഞ്ഞു we don't deserve coins. ഞാൻ എന്ത് ചെയ്തു? I took the cover and I gave to every person, man. ഞാൻ കണ്ടു അല്ലേ? എനിക്കറിയില്ല ഇവള് ആ തീരുമാനം എടുത്ത് അഭിലാഷ് ഇങ്ങനെ തംസപ്പ് ഒന്നിലും അനുമോള് കൂടിയിട്ടുള്ള ഒത്തുകളി അല്ലാണ്ട് ഒന്നുമല്ല. എന്റെ അടുത്തേക്ക് വന്ന് എന്റെ ഉണ്ടാക്ക ഞാൻ നമുക്കൊന്ന് ആദ്യം പോയിട്ട് ചാക്ക് എടുക്കുക, ബാത്റൂമിലേക്ക് പോവാ, ഒളിപ്പിച്ച് വെക്കാം, എന്നിട്ട് എനിക്കും നിങ്ങൾക്കും നമുക്ക് 3 പേർക്കും ഈക്വലായിട്ട് വെക്കാന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ ഒറ്റക്ക് കളിച്ചോണ്ട് നിങ്ങൾ എന്താ ടീം ഇട്ട് കളിച്ചു ഭയങ്കര ബോറാണ് അഭിലാഷ് അവൻ കാണിച്ചത്. കൂട്ടിക്കല്ല അതല്ല അതന്നെ പറയാം. ചീഞ്ഞ ഗെയിമാണ്, ചീഞ്ഞ ഗെയിമാണ്. ബോട്ടിൽ കിട്ടിയില്ല, കിട്ടുള്ളൂ. അത് ഗെയിമല്ല. പറഞ്ഞ് അച്ചടക്കം പാലിക്കണമെന്ന് അത് എന്നോടാ പറഞ്ഞ, നിന്നോടല്ലേ പറഞ്ഞ? അച്ചടക്കം പാലിക്കണം. ഇത്ര ചീഞ്ഞ ഗെയിമേഴ്സിനിടയിൽ നമുക്ക് കിട്ടുന്ന പണിപുരയ്ക്ക് വേണ്ടി അല്ല. നിനക്ക് നിനക്ക് കോയിൻ കിട്ടണ ഫ്രീ ആക്കാൻ താല്പര്യമില്ല. പണിപ്പുര നീ പോകണ്ട. അതൊക്കെ നോമിനേഷൻ ഫ്രീ നീ ആവണ്ട. രാത്രി 7:10.
ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ റൗണ്ട്. ഈ റൗണ്ടിലേക്കുള്ള ബോട്ടിലുകൾ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. ബസർ കേൾക്കുമ്പോൾ അത് ശേഖരിക്കാവുന്നതാണ്. 51-ാം ദിവസം രാത്രി 7:20. ഇതിനൊരാൾ സമ്മതിക്കുന്നില്ല. ഞാൻ എടുക്കൂല ഏട്ടാ, ഞാൻ എടുക്കൂല. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ആർക്കും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ബോട്ടിൽ കഴുകാൻ വേണ്ടി വെള്ളം എടുക്കും. You have a scrub. സോപ്പ് ഇട്ടിരിക്കുക. ഞങ്ങൾക്ക് ടവൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേറെ ടവൽ യൂസ് ചെയ്തിട്ടാണ് തുടയ്ക്കാൻ പോകുന്നത്. അതാണ് ഡേറ്റ് ഗെയിം. നിനക്കാണ് ഡേറ്റ് ഗെയിം, മനസ്സിലായ? നീ മാത്രം കളിച്ചാ പോരല്ലോ ഡേറ്റ് ഗെയിം. പോവാടേ, നീ പോയല്ലടാ. ഞാൻ ആ ടവൽ ചെയ്തിട്ടില്ല. സാക്ഷി അവിടത്തെ ടവല്, ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ടവലല്ലാണ്ട് അവിടത്തെ ടവൽ ഞാൻ യൂസ് ചെയ്തു. ഞാൻ കണ്ടടാ നീ ഉപയോഗിക്കണ. കള്ളം പറയണേ ഓനിൽ. കള്ളം പറഞ്ഞ നല്ല അസൂയുണ്ട്. 51-ാം ദിവസം രാത്രി 7:40. നോക്കട്ടെ. എനിക്കറിയാം നിങ്ങളത് റിജക്ട് ചെയ്യുന്നു, പക്ഷെ ഐ ഹാവ് ഓൺലി ദിസ്. ഇറ്റ്സ് ഓക്കേ, വെച്ചോളൂ. താങ്ക് യു സോ മച്ച്. 4 ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 കോയിൻ തരാനായിട്ട് ഞാൻ തയ്യാറാണ്. അല്ലെങ്കിൽ 3 എടുക്കുന്നതെങ്കിൽ ഷാനവാസ് എത്ര പ്രതീക്ഷിക്കുന്നു? 3 ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ബോട്ടിൽ ഒരു കോയിൻ കൊടുത്തു, അപ്പൊ 4 കോയിൻ. 3 ഒരെണ്ണം തരാം. ഇറ്റ്സ് എ ഫെയർ ഡീൽ. മാറ്റും. താങ്ക് യു സോ മച്ച്. ഇത് 3 റിജക്റ്റ് ആയി. നിങ്ങൾ അവിടെ അങ്ങോട്ട് വയ്ക്കും. നല്ലപോലെ 2 ബോട്ടിൽ കഴുകിയിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബോട്ടിൽ ഞാൻ തൃപ്തനല്ല, അതുകൊണ്ട് റിജക്ട് ആവുന്നു. താങ്ക് യു സോ മച്ച്. യു ഡിസേർവ് ബെറ്റർ ജിസേൽ. സർ അത് നൂറ അത് എടുത്തു വെക്ക്. നൂറ എടുത്തു വെക്ക്. നിങ്ങളല്ലേ ഓണർ, വേണമെങ്കിൽ എടുത്തു. നിങ്ങൾക്കൊരു അന്തസ്സുണ്ട്. ഇതെന്താ കാണിച്ചത്? ഇതെന്താ കാണിച്ചത് ഓനിൽ? ബിഗ് ബോസ്, and I'm really sorry. I don't want to play this game. Such a dirty fellows. Dirty fellow, yellow fellow. നോക്ക്, ഓനിലായിക്കോ. വേറെ വല്ല ഐഡിയാസിനെ ചെയ്യ്, വേറെ വല്ല ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ ചെയ്യ്. അല്ലാതെ ഇവിടെ വന്നിട്ട് ചെയ്യണ്ടേ, മനസ്സിലായോ? ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ബുദ്ധി ഉപയോഗിക്കാനായിട്ട്. ബുദ്ധി ഉപയോഗിച്ച് കളിക്ക്, അല്ലാണ്ട് ഫിസിക്കലി വന്ന് ചെയ്യല്ല വേണ്ടത്. ഇതാണോ ഗെയിം എന്ന് പറയുന്നത്? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഫാസ്റ്റ് സ്പീഡ് എടുത്തിട്ട് ആ ബോട്ടിൽ എടുത്തോണ്ടിരിക്കുകയാണ്. ഒന്നിൽ വന്നിട്ട് എല്ലാം ചളിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് പറഞ്ഞ ടാസ്ക് ലെറ്ററിലുള്ള കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതിനോട് മാറി നിൽക്കാൻ പറയണം ബിഗ് ബോസ്. പിന്നെ കുടുംബസ്വത്താണല്ലോ. ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളതാണോ നീ അത് എടുത്തെറിഞ്ഞത്? നീ ഈ ഗെയിം നശിപ്പിച്ച ഒരാളാ. മിണ്ടായി അവിടെ. ഞങ്ങൾ അവിടെ വെച്ച 3 കുപ്പിയും ഇവിടുത്തെ ആൾക്കാർ വന്ന് ചളക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് പോവില്ല. അങ്ങോട്ട് കടക്കൂലല്ലോ. എന്റെ നൂറ നീ ചളക്കുന്നതാണ്. അതെന്റെ ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഐ നോ ബ്ലെയിം. ഡോണ്ട് ബ്ലെയിം. ഞാൻ
നോക്കി. ആ പണി എന്തിനാ എന്റെ പ്ലാൻ ചെയ്യണേ? ഞാൻ കണ്ടു. നീ തോടെ കാണിച്ചു നിന്റെ ആവശ്യം അതല്ല പറഞ്ഞു. പിന്നെ എന്തിനാ ഫൈറ്റ് ചെയ്യണതിന്? ഒരു ക്രാക്ക് പോലും ഇല്ലാത്ത ബോട്ടിൽസ്, ഒരു ചളുക്കോളത്തെ ആ ബോട്ടില് ഇവരെ അപ്രൂവ് ചെയ്യണം എന്നുള്ള എനിക്ക് വാക്ക് തരട്ടെ. അവിടെ ഇരിക്കുന്ന 2 മരവാഴകള് അങ്ങനെ തന്നെ ഞാൻ ഒക്കെ വീട്ടിൽ നീ തുടങ്ങി എന്റെ ബോട്ടിൽ കാണോ ഇവിടെ ഉണ്ട്. തുടങ്ങി തുടരാ ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് വാ മോനെ. ധൈര്യം കണ്ടിട്ടില്ല. ചളക്കിട്ട് വിടുള്ളൂ. ഒന്ന് കാണാനില്ല. അതാ പറയണേ, ധൈര്യം ഉണ്ടെങ്കിൽ എനിക്കുണ്ട്. സമയമുണ്ട്. നീ അവിടെ നില്ലടാ, നീ അവിടെ നില്ല്. നീ തരാ വിചാരം. എടാ സമയത്തിനല്ലേ കൊടുക്കണ്ടേ? ഇവിടുത്തെ കഴിഞ്ഞില്ലേ? അതേപോലെ പോ. രാത്രി 7:55. ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഓഫീസിലാണല്ലോ, ഞാൻ അങ്ങനെ കാണുന്നത്. അവര് നിങ്ങൾ കാണുന്ന CCTV കണ്ടുകൂടെ? അത് തിരുവനന്തപുരത്തിലെ ഓഫീസിൽ അങ്ങനെ കാണുക. തിരുവനന്തപുരത്തിലെ ഓഫീസിൽ അങ്ങനെ കാണുക. രാത്രി 8:05. ഇങ്ങോട്ട് വെക്കൂ ചേച്ചി, ഇവിടെ വെക്കൂ. സാമ്പിൾ എന്തോ ആയിക്കോട്ടെ. സാമ്പിൾ ആണെങ്കിൽ പോലും നമ്മള് ഒരേ ലെവൽ വേണമല്ലോ. ഇത് നോക്കിയേ, ഇതെന്താ ഇത് 2. പിന്നെ ഒരു നോക്കിയ ഓപ്പൺ ചെയ്തോ. ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. നമ്മളിത് നോക്കിയിട്ടുണ്ടേ ക്വാണ്ടിറ്റി. ആ ഇത് കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. ആ ഇത് മാത്രം, ഇതൊന്ന് നമുക്ക് മാറ്റിയേക്കാം. ടേസ്റ്റ് ഓക്കെയാണ്, ഓക്കെ. പക്ഷേ ഇതിനകത്ത് കണ്ടോ ഒരു എണ്ണമയം ഉണ്ട്. ഇത് ലീക്ക്, ഇത് അടപ്പിൻ്റെത്. ഇവിടെ ഒനിൽ തൊട്ടുള്ള ഒരുത്തം വന്നിട്ട് അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇത് 2ന്റെ പ്രശ്നം കണ്ടല്ലോ. ഇത് ലീക്കാണ്, പിന്നെ അടപ്പിന്റെ പ്രശ്നമാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇല്ല, ഇതാണ് കൊടുക്കാൻ പറ്റത്തില്ല. അത് 3 കാരണമുണ്ട്. 3 കാരണം. ഇത് കുറവ്. ഞങ്ങൾ പിന്നെ ഇവിടെ എന്തിനായിരിക്കുന്നത്? ഇവിടെ കുറവ്. ഈ സൈഡിൽ ഇതാണ്. അടുത്ത് നോക്കട്ടെ. ഒന്നും പോയിട്ടില്ല. ലീക്ക് മാത്രല്ല, ചലങ്ങിയത് നോക്ക്. നടക്കില്ല. ചളങ്ങിക്കുണ്ട്, ചളങ്ങിക്കുണ്ട്, ചളങ്ങിക്കുണ്ട്. ഇവിടെ ചളുക്കുണ്ട്, ഇവിടെ ചളുക്കുണ്ട്. ഇതൊക്കെ അവിടെ പ്രശ്നങ്ങൾ. ഒരു ക്വാളിറ്റി കൺട്രോൾ ചീഫ് ഓഫീസർ ആവുമ്പോ കുറച്ചൊക്കെ ഒരു കൺസിഡറേഷൻ തരണം. മനസ്സിലായോ? അതിന്റെ രുചിയും ബാക്കി എല്ലാ പെർസ്പെക്റ്റീവും നോക്കാം. മനസ്സിലായോ? ബാക്കി എല്ലാ പെർസ്പെക്റ്റീവും നോക്കാം. നിങ്ങളോട് 2 പേരോട് പറയാണ് റിജക്ട് ആക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഇരിക്കരുത്. എന്റെ ഒരു സ്ഥാപനം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. ആ സ്ഥാപനത്തിന് മാസടവ് എനിക്ക് അതുപോലെ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അവരുടെയൊക്കെ സാലറി എനിക്ക് കൊടുക്കണം. അതുകൊണ്ട് ഇത് ക്വാളിറ്റി ചെക്ക് ചെയ്ത് അപ്രൂവൽ തരണം. ഇവിടെ മുന്നിൽ വന്ന ക്യാപ്റ്റൻ ഹൈജീൻ ഉണ്ടായിരുന്നോ? തലയിൽ ക്യാപ്പ് വെച്ചിരുന്നോ? ഉണ്ടായിരുന്നോ? കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞല്ലോ. കഴിഞ്ഞ പ്രാവശ്യം
ഈ 3 ബോട്ടിൽ ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിലെല്ലാ ബോട്ടിലും ഒരൊറ്റ ബോട്ടിൽ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ നോക്കിയായിരുന്നു. എന്റെ ജോലിയാണ് നിങ്ങളുടെ ജോലിയാണ് ഞങ്ങളുടെ കമ്പനി പൂട്ടിക്കരുത് മാഡം, പ്ലീസ്. ഞങ്ങളുടെ കമ്പനി പൂട്ടിക്കരുത്, ഞങ്ങളുടെ കമ്പനി പൂട്ടിക്കരുത്, ഞങ്ങളുടെ കമ്പനി പൂട്ടിക്കരുത്, പ്ലീസ് സാർ, പ്ലീസ്. എല്ലാം 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 അംഗീകരിക്കൂ സാർ, സാർ പ്ലീസ്, എല്ലാം അംഗീകരിക്കൂ സാർ, എല്ലാം അംഗീകരിക്കൂ. ബിഗ് ബോസ് ചളക്ക നോക്കിയിട്ടില്ല. ആ ചളക്ക എല്ലാ കുപ്പിക്കുണ്ട്, അതുകൊണ്ട് അതിലില്ലാത്തത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു. 1, 2, 3, 4, 5 ലെമണും 3 ഓറഞ്ചും അപ്രൂവ്ഡ് ആണ്. രാത്രി 8:30. ശ്രദ്ധിക്കുക, അനുമോൾ, ജിഷിൻ, സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനത്തിലെത്തി. അന്തിമ തീരുമാനം ഇപ്പോൾ അറിയിക്കുക. വാക്കൗട്ട് ചെയ്യരുത് പ്ലീസ്. ചിന്തിക്ക് ചിന്തിക്ക്. ബിഗ് ബോസ്, ഇവിടെ ഒരു ചീഫ് ഓഫീസർ ഇല്ല ഈ ഓഫീസിൽ. പ്ലീസ് 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 മാഡം, പ്ലീസ് പ്ലീസ് മാഡം, പ്ലീസ് പ്ലീസ് മാഡം. ഇല്ല മാഡം, മാഡം ഇല്ല. പ്ലീസ് മാഡം, പ്ലീസ്. ഒന്നും കപ്പലേറി പോലെ ഒരു കമ്പനി നശിപ്പിക്കരുത് മാഡം, പ്ലീസ് മാഡം. ഒരു കമ്പനി നശിപ്പിക്കരുത്, ജീവനോപാധിയാണ് മാഡം. പ്ലീസ് മാഡം, പ്ലീസ് മാഡം, പ്ലീസ് പ്ലീസ് മാഡം, പ്ലീസ് മാഡം, പ്ലീസ് മാഡം, പ്ലീസ് പ്ലീസ് മാഡം, പ്ലീസ് പ്ലീസ് മാഡം, പ്ലീസ്. കണ്ണിച്ചോരയില്ലാണ്ട് പെരുമാറരുത് മാഡം, പ്ലീസ്. 51-ാം ദിവസം രാത്രി 8:35. നിങ്ങൾ രണ്ടുപേരും ഈ റൗണ്ടിൽ എത്ര ബോട്ടിലുകൾ അപ്രൂവ് ചെയ്തു? ലെമണിന് 1. ബിഗ് ബോസ്, ചളുങ്ങിയ ബോട്ടിൽ എടുക്കാനാണെങ്കിൽ എല്ലാ ബോട്ടിലും എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇത് എല്ലാം റിജക്ട് ആവേണ്ടതാണ്. ആ ബോട്ടിലുകളിൽ 5 ലെമണിന്റെ ബോട്ടിലും 3 ഓറഞ്ചിന്റെ ബോട്ടിലും അപ്രൂവ് ചെയ്തു. ലീക്ക് ഉണ്ടായിരുന്നില്ല. പറയട്ടെ, പക്ഷെ ലെമണിന് ലീക്ക് കുറവായിരുന്നു. ഞാൻ ലീക്കും ചളുക്കവും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ആ ചളുക്ക ഒരു പ്രശ്നമായിട്ട് എന്താണെങ്കിലും എല്ലാം ഒരുപോലെ ഞാൻ കാണുന്നത്. പിന്നെ ഇവർക്ക് ഞാൻ 1 കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാല് ബോട്ടിന്റെ എല്ലാ ഭാഗവും ഞാൻ നോക്കിയായിരുന്നു. കുറെ ചളുക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞു. പക്ഷെ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം. പിന്നെ ബിഗ് ബോസ് രണ്ടാമത് തന്നത് ബോട്ടിൽ എന്ന് പറയുന്നത് ഫ്രഷ് അല്ലായിരുന്നു. ടീമാര് കൊണ്ടുവന്ന 3 ബോട്ടിലാ. അപ്പൊ ആ ബോട്ടിലുകൾക്ക് വിലയില്ല. 3 കൊണ്ടുവന്നത് ഞങ്ങളുടെ മിടുക്കാണ് 6 കൊണ്ടുവന്നത്. അപ്പൊ അത് അപ്രൂവ് ചെയ്യേണ്ട കടമ നിങ്ങളുടെയാണ്, അപ്രൂവ് ചെയ്യേണ്ട കടമ നിങ്ങളുടെയാണ്. 6 3 ആക്കുക, എല്ലാ ബോട്ടിലും അംഗീകരിക്കുക. ഞാൻ പറയട്ടെ, ഈ ബോട്ടിൽ ചളുങ്ങാൻ കാരണം ആരാ? നമ്മളാണോ? ഞങ്ങളാണോ? ലെമണിന് 1 കൊടുക്കാൻ പറ്റുള്ളൂ. ചളുക്കമാണ് എടുക്കുന്നതെങ്കിൽ 1 ചളുക്കം നോക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോ 5 3 ആണ്. ശ്രദ്ധിക്കുക, രണ്ടുപേരും ചേർന്ന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുക. 2 1 കൊടുക്കാൻ പറ്റില്ല. എന്തിന് എന്ത് മാനദണ്ഡം? ലെമൺ 1 ഓറഞ്ച് 0. അങ്ങനെയാണെങ്കിൽ താല്പര്യമില്ല. ക്വാളിറ്റി ഇൻസ്പെക്ടർമാർ കൃത്യമായി തീരുമാനം എടുക്കാത്തതിനാൽ ഈ റൗണ്ട് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. അൻപത്തിയൊന്നാം ദിവസം രാത്രി 9:45. ഇല്ല, കഴിക്കാനല്ല. ബാക്കി എല്ലാവരും വിശന്നിരിക്കുമ്പം നമുക്ക് മാത്രം എക്സ്ട്രാ വിശപ്പൊന്നുമില്ല. സോ നിങ്ങൾക്ക് എക്സ്ട്രാ വിശപ്പാണോ? എനിക്കുണ്ട്. നേരത്തെ ചോറുണ്ടല്ലേ? ചോറുണ്ടില്ല, അതിന് ഇവൻ കഴിച്ചിട്ടുണ്ട് ചോറ്. ആരാ പറഞ്ഞത് ഇവന് കൊടുക്ക? ഞാനല്ല, അവൻ കട്ട് തിന്ന്. അവൻ കള്ളനാണെന്ന് അറിയത്തില്ലേ? അതെ, ആ ചോറ് അനുമോൾ ഉണ്ടാക്കിയിട്ട് ആർക്കാ കൊടുത്തത്? ഇവിടെ ഇട്ട് ഞങ്ങൾ ടാസ്കിൽ പോയപ്പോ അവൻ കഴിച്ചു. എനിക്ക് 2 ചപ്പാത്തി.
എനിക്കറിയില്ല, കിച്ചൺ ടീം ക്യാപ്റ്റൻ പറഞ്ഞു. നിങ്ങൾക്ക് പിന്നെ തിന്നാ വെജിറ്റേറിയൻ തിന്നാമല്ലോ. അങ്ങനെയല്ല പറഞ്ഞു, എല്ലാരും ഒന്നിച്ചേ കഴിക്കുന്നുള്ളത് അത് അവരുടെ വാശിയാണ്. നിങ്ങൾ മാത്രം ഫ്രണ്ട്സ് തന്നൂന്ന് വെച്ച് ബാക്കിയുള്ളവർക്ക് എനിക്ക് നോൺ വെജ് ആൾക്കാരുടെ കൂടെ ഇരുന്ന് തിന്നണ്ട. എനിക്ക് എന്റെ 2 ചപ്പാത്തി എല്ലാവരും ഒന്നിച്ച് ഇവിടെ വിളമ്പത്തുള്ളൂ. എല്ലാവർക്കും ഉള്ള ചപ്പാത്തി അങ്ങനെ ഒരു റൂൾ പിന്നെ അങ്ങനെ ഒരു റൂള് ഹോളിഡേക്ക് വന്ന ഗസ്റ്റുകളൊന്നും അല്ല. ഞങ്ങളും കുക്ക് ചെയ്യുന്നേ. യു ആർ ബ്രോട്ട് അപ്പ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് അവളുടെ സംസ്കാരം. മലയാളം അറിയാം, ഷോയിൽ അവർക്ക് പച്ച മലയാളം അറിയാം. മലയാളം അറിയാം. പറയാൻ പറ്റത്തില്ല. Really? You talk against LGBTQ and I can't say what I want to say. LGBTQ against പറയാൻ എനിക്ക് എന്റെ നോർമൽ സാധനം പറയാൻ പാടില്ല. രാത്രി 11:10. നാളെ ബ്ലോക്ക് ആവും. എന്താ ഇത് കാണിച്ചു നീ? അൻപത്തിയൊന്നാം ദിവസം രാത്രി 11:40. ആളെ സൂക്ഷിച്ചും കണ്ടും ഡീൽ ചെയ്തിട്ടു. അക്ബർ നെവിനെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്ത് കോയിൻസ് വാങ്ങാൻ നോക്കുന്നുണ്ട്. അക്ബർ പറയാം, ഒരെണ്ണം എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്താക്കുക ജസ്റ്റ് കാണിച്ചു നടക്കാമല്ലോ. അതല്ല അയാളെ ഗെയിം. അയാൾക്ക് കോയിൻ കിട്ടിയിട്ട് അയാൾക്ക് എന്താ ഫ്രീ ആവണം. അതായത് മറ്റേ അത് ഈ ആഴ്ച നടക്കുമോ? അടുത്ത ആഴ്ച ഇല്ല, അത് അടുത്ത ആഴ്ച എന്നിട്ട് അയാൾ പറയണേ എല്ലാവരും സംസാരിക്കട്ടെ, എല്ലാവരും നോമിനേഷൻ ഇടാം, അയാൾ മാത്രം തന്നെ സേഫ് കളിക്കാൻ ആവശ്യമില്ല. അല്ല, എന്നിട്ട് അയാൾ പറയണേ ഇനി തൊട്ട് നോമിനേഷൻ ഭയങ്കര ക്രൂഷ്യലായിരിക്കും, അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഈ ഷർട്ടിന് കൊടുത്തോ? അല്ല, ഇവിടെ കൊടുക്കല്ലേ നെവിൻ, അത് അക്ബറിന് തന്നെ കൊടുക്കുള്ളൂ. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല മോളെ. ഈ ടാസ്കിൽ നെവിൻ നന്നായിട്ട് കളിക്കുന്നുണ്ടോന്ന് തോന്നിയോ? ഇല്ല. എന്തിനോ വേണ്ടി വന്നിട്ട് പോയതൂല, ഒന്നും സംസാരിക്കുന്നില്ല, വന്നിട്ട് അങ്ങ് പോയി കളഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു.